അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സംസ്ഥാന സർക്കാരിന്റെ സഹകരണ വിരുദ്ധ നയങ്ങൾക്കെതിരെ ധർണ നടത്തി സഹകരണ ജനാധിപത്യ വേദി. മുൻ MLA ജോസഫ് വാഴിക്കൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെയും പ്രാഥമിക സഹകരണ സംഘങ്ങളെയും തകർക്കുന്ന സംസ്ഥാന സർക്കാരിന്റെയും കേരള ബാങ്കിന്റെയും നിലപാടുകൾക്കെതിരെ സഹകരണ ജനാധിപത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ സഹകാര്യ ധർണ സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ മുൻ MLA ജോസഫ് വാഴിക്കൻ ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്കിന്റെ രൂപീകരണം നടക്കുമ്പോൾ നമ്മുടെ സർക്കാർ ആഗ്രഹിച്ചിരുന്നത് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം അവരുടെ നിയന്ത്രണത്തിലേക്ക് എത്തും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് കേരള ബാങ്ക് രൂപീകരണത്തിന് വേണ്ടി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് വന്നത്. അതിനുവേണ്ടി ജനാധിപത്യ വിരുദ്ധമായ ഒരുപാട് നടപടിക്രമങ്ങൾ അവർ ആ ബാങ്കിന്റെ രൂപീകരണത്തിന് വേണ്ടി കൊണ്ടുവന്നു. ഇതിനെ അംഗീകരിക്കാത്ത ജില്ലാ ബാങ്കുകളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി, നിയമം തിരുത്തി എഴുതി, അവരുടെ അനുമതി വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ എങ്ങനെയും ഈ ബാങ്ക് കയ്യിൽ കൊണ്ടുവരണം, ജില്ലാ ബാങ്കുകളെ പിരിച്ചുവിട്ട് ഈ സംസ്ഥാന ബാങ്ക് ഉണ്ടാക്കണമെന്നുള്ള ഒരു പിടിവാശിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കൊണ്ടുവരുന്നത്. അന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും ഐക്യജനാധിപത്യ മുന്നണി വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയതാണ്, ഇത് വലിയ അപകടത്തിലേക്കായിരിക്കും പോകുന്നത്, കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ സമ്പൂർണ്ണ നാശത്തിലേക്കായിരിക്കും നിങ്ങളുടെ ഈ പ്രവർത്തനം വരാൻ പോകുന്നത് എന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ്. ചെയർമാൻ ജോസ് പെരുമ്പള്ളിക്കുന്നൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവീനർ അബ്രഹാം തൃക്കളത്തൂർ, കോൺഗ്രസ് നേതാക്കളായ KM സലീം, ഉല്ലാസ് തോമസ്, മുഹമ്മദ് പനിക്കൽ, PM ഏലിയാസ്, ബ്ലോക്ക് പ്രസിഡന്റുമാരും ബാങ്ക് പ്രസിഡന്റുമാരുമായ സാബു ജോൺ, PC ജോസ്, സുഭാഷ് കടിക്കോട്ട് എന്നിവർ പ്രസംഗിച്ചു. സാബു P വാടിയൽ, ഡോക്ടർ ജോർജ് മാത്യു, ഷിബു പരീക്കൻ, സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ് തൊടുപുഴ.